ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിഷു ആയിക്കൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ സാമ്പാർ, പരിപ്പ്, പ്രഥമൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഞങ്ങളുടെ വീട്ടിൽ ആകെ 2-3 കറികളെ വെച്ചിട്ടുള്ളൂ. ആ കറി എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ, അതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്, മുരിങ്ങാക്കോൽ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് വീണ്ടും അടച്ച് വെക്കുകയാണേ. അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് നമുക്ക് രക്ഷയില്ല. ഇനിയിപ്പം നമ്മൾ വെന്ത് വരുന്നവരെ നമുക്ക് ബാക്കി പണിയുണ്ട്. അപ്പോൾ ആ ബാക്കി പണിയിലേക്ക് പോകാൻ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞ് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 തക്കാളിയും കൂടെ നമ്മൾ അരിഞ്ഞിടുന്നുണ്ട്. ഇതും ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ അരിഞ്ഞ് വെക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതിന് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. എന്തായാലും അതിൻ്റേതായ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്, അതിൻ്റെ അകത്തിട്ട കഷ്ണങ്ങളും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് വറവ് റെഡിയാക്കുകയാണ്. ആ വറവ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് വേണ്ടുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളകിൻ്റെ തൊട്ട് പുറകെ തന്നെ കറിവേപ്പിലയും വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ പൊടികളായ കായപ്പൊടി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ പൊടി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ എങ്ങനെയുണ്ട്? ഇങ്ങനെയാണോ നിങ്ങൾ സാമ്പാർ വെച്ചിട്ടുണ്ട്? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുണ്ടാക്കിയ കറികളെ, അതായത് ഒരു അവിയൽ, ഒരു സാമ്പാർ, പിന്നെ നമ്മളുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി, പിന്നെ ഒരു മീൻ. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൂടെ നമ്മൾ മറക്കാത്ത ഒരു ഐറ്റവും കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമ്മുടെ പായസം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ.